ഓക്കെ, ഞാൻ അവിടെ സ്റ്റേജ് കോർഡിനേറ്റർ ആയിരുന്നു. അപ്പൊ ഞങ്ങളെ ഇവന്റ്സില് വെന്യൂസിൽ വരുന്നതിന് മുന്നേ ഇങ്ങനെ ഗസ്റ്റ് റിലേഷൻസിലായതുകൊണ്ട് തന്നെ ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി പോകാൻ പറയും. അപ്പൊ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. റോഷനാഥിനെ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവാണ്. ഞാനാണ് പോയി സ്വീകരിക്കാൻ പോകുന്നത്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഞാൻ എന്നെ കണ്ട ഉടനെ തന്നെ ഓടി വന്നിട്ട് ചോദിച്ചു, ചുമിങ്കോ ഉണ്ടോ? ഞാൻ ചുമിങ്കോ എന്തെങ്കിലും ഇല്ല ചേട്ടാ. എനിക്കത് വളരെ സങ്കടമായി പോവുകയും ചെയ്തു. എന്നോട് ആദ്യമായിട്ട് റോഷനാഥി ചുമിങ്കോ ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ആ ഒരു സങ്കടത്തിലാണ് ഞാൻ നിന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, പരിപാടി തുടങ്ങാനായി കേട്ടോ, പരിപാടി തുടങ്ങാനായി 5 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ചുമിങ്കോ ഇല്ല, ഞാൻ എങ്ങനെയെങ്കിലും വേണമെങ്കിൽ പരിപാടിക്ക് മുന്നേ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, ഞാൻ പുറത്തു പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നോളാം. ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിപ്പോ എന്താ ചെയ്യുന്നത്. എന്റെ സ്റ്റേജ് കോർഡിനേറ്റർ ഓക്കെ, എന്റെ നടക്കാണ്ട് പോയ ആഗ്രഹം ഞാൻ നടത്തുകയാണ്. ചേട്ടാ ചുമിങ്കോ. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു നടത്തലായിരുന്നു. ഓക്കെ, ഞാൻ പറയാൻ വന്നത് അതല്ല. ഞാനപ്പോ എന്റെ സ്റ്റേജ് കോർഡിനേറ്റർ വിളിച്ച് പറഞ്ഞു, റോഷൻ ചേട്ടൻ ഇങ്ങനെ ചുമിങ്കം വാങ്ങാൻ വേണ്ടി പുറത്തു പോയിട്ടുണ്ട്. എന്നെ ചേട്ടൻ നല്ല ചീത്ത വിളിച്ചു, നിന്നോട് ആരാ ചേട്ടൻ പുറത്തു വിടാൻ പറഞ്ഞേ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ എന്നിട്ട് പുറത്തു പോയി നോക്കുമ്പോൾ ഞാൻ സ്റ്റേജ് കോർഡിനേറ്റർ എന്നുള്ള രീതിക്ക് ഞാൻ മറ്റേ യൂണിഫോം ഒക്കെ ഇട്ട് ഭയങ്കര സ്റ്റൈലാണ് ഞാൻ നടക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വഴി കൂടെ ഇങ്ങനെ തപ്പി നോക്കുമ്പോ റോഷൻ ഉണ്ടാക്കിയ ഒരു വൈറ്റ് ബാഗൊക്കെ പിടിച്ച് ചുമ്മാ ഇങ്ങനെ കോഴിക്കോട് ബീച്ചൊക്കെ കണ്ട് ചുമ്മാ ഇങ്ങനെ പറന്ന് നടന്ന് സ്റ്റേജിലൊക്കെ എത്തി പയ്യെ ടോക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് ഭയങ്കര അത്ഭുതം തോന്നി. എന്റെ ആദ്യത്തെ ഇന്ററാക്ഷൻ ചേട്ടനായിട്ട് അങ്ങനെയായിരുന്നു. തീർച്ചയായിട്ടും അഭിനയ മികവ് കൊണ്ടും തന്റേതായ ഒരു വ്യക്തിത്വം കൊണ്ടും ആട്ടിനോടുള്ള അത്രയധികമുള്ള സ്നേഹം കൊണ്ടും മലയാളികൾക്ക് 10 വർഷമായി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണ് റോഷൻ ചേട്ടൻ. മലയാളത്തിൽ മാത്രമല്ല അങ്ങ് ബോളിവുഡിൽ വരെ നമ്മുടെ കൈ പതിപ്പിച്ച വ്യക്തി കൂടിയാണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എന്റെ ചൂവിനെ കാണിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ചൂവിംഗം തന്നതിനും ഈ പരിപാടികൾക്കൊക്കെ നമ്മൾ സാധാരണ വരുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും. ഭയങ്കര ജനറിക് ആയിട്ട് വിക്കിപീഡിയയിലെ ആദ്യത്തെ 2 ലൈൻ വായിക്കരുത്, നമ്മളെ പറ്റിയിട്ട് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനമൊക്കെ പറയണം. ഇത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്വാഗതം കിട്ടുന്ന ആഗ്രഹം. താങ്ക് യു വെരി മച്ച്. ദിസ് ഇസ് വെരി സ്പെഷ്യൽ ഫോർ മീ. ഞാൻ ആദ്യമായിട്ടല്ല രാജഗിരി ക്യാമ്പസിലേക്ക് വരുന്നത്, പക്ഷെ ആദ്യമായിട്ടാണ് ഈ ഫെസ്റ്റിൽ വരുന്നത്. അപ്പൊ രാജഗിരിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച എനർജിയുടെ ഒരു 10x ഇവിടെ കിട്ടുന്നുണ്ട്. ദാറ്റ്സ് പ്രിറ്റി കൂൾ. അടിപൊളി. ഞാനും ഈ അറ്റത്തേക്കുന്ന ശ്യാം ഓൾസോ പാർട്ട് ഓഫ് ചത്താപ്പച്ച. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചതാണ്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതുപോലത്തെ കോളേജ് ഫെസ്റ്റ് വേദികളിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ അഭിനയം പരിപാടിയൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്തു തുടങ്ങിയത്. ഐ മീൻ ടു ദ ലെവൽ ഓഫ് സീരിയസ്നെസ് ദാറ്റ് ഒരു കോളേജ് ഫെസ്റ്റിലൊക്കെ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നത്രേ. അപ്പൊ പല രീതിയിലും തുടക്കം ഇതുപോലെ കോളേജ് സ്റ്റേജുകളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓടി ഒരു 10-15 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു സിനിമയൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ കൂടെ വേറൊരു കോളേജ് സ്റ്റേജിൽ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ചത്താപ്പച്ച എന്നുള്ള സിനിമയെ പറ്റിയിട്ട് അർജുൻ പറഞ്ഞു. പിന്നെ അതിനപ്പുറം നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ടീസർ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ട്രെയിലർ? ഓക്കെ, അത് മതി. മൊത്തത്തിൽ ഒരു എനർജി ഫീൽ ചെയ്തു ഇവിടെ ട്രെയിലർ പ്ലേ ചെയ്തു. അപ്പൊ അതിനപ്പുറത്തേക്ക് പടത്തിനെ പറ്റിയിട്ട് ഞാനൊന്നും തള്ളുന്നില്ല. നിങ്ങൾ 22-ാം തീയതി അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉടനെ തന്നെ തിയേറ്ററിൽ വന്നിട്ട് പടം കാണുക. ഡെഫിനറ്റ്ലി ഒരു എൻജോയബിൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ അഭിനയിക്കുന്ന ഒരുപാട് സിനിമകളെ പറ്റിയിട്ട് എനിക്ക് അത്ര ഓപ്പൺ ആയിട്ട് ഇത് പറയാൻ പറ്റാറില്ല, പക്ഷെ ചത്താപ്പച്ചനെ പറ്റിയിട്ട് പറയാം. There will be a lot of fun that you can have in the theater ഈ പടം കാണാൻ വരുവാണെങ്കിൽ. അപ്പൊ ഉറപ്പായിട്ടും വരിക. ഭയങ്കര യങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുപാട് അധികം വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. പക്ഷെ അതൊന്നും നിങ്ങളെ ബോധർ ചെയ്യേണ്ട വിഷയമല്ല. നിങ്ങൾ നിങ്ങളുടെ ഫണ്ടിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഈ പടം വന്ന് കണ്ടാൽ മതി. ഐ തിങ്ക് യു വിൽ ഗോ ബാക്ക് ഹാപ്പി. ഓക്കെ, അപ്പൊ ഫെസ്റ്റും പരിപാടികളും ഒക്കെ അടിപൊളിയാവട്ടെ. കിട്ടുന്ന ചാൻസിലൊക്കെ കോളേജിലും അല്ലാത്ത സ്ഥലത്തും ഒക്കെ ദിസ് ഇസ് യുവർ സേഫ് എൻവയൺമെന്റ്. കിട്ടുന്ന ചാൻസിലൊക്കെ സ്റ്റേജിൽ കയറാൻ നോക്കുക കേട്ടോ. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. ഫെസ്റ്റും കാര്യങ്ങളും ഭംഗിയായിട്ട് പോട്ടെ. ഒപ്പം ചത്താപ്പച്ചയും കൂടെ കൊണ്ടുപോകാം. താങ്ക് യു വെരി മച്ച്. അടുത്തതായി ഞാൻ വിളിക്കാൻ പോകുന്നത്